ഈ മനുഷ്യനോട് കരഞ്ഞു. ഈ കരയിലെ എൻ്റെ മകളെ കല്യാണമാണെന്ന് ഇന്ന് കരയേണ്ട ദിവസമല്ല എന്ന് പറഞ്ഞു. രണ്ട് സുഹൃത്തുക്കളുടെ തോളിൽ കൈവച്ച് ഈ മനുഷ്യൻ പറഞ്ഞെന്താ അറിയോ? എൻ്റെ 25-കാരനായ മോനാണ് ഈ പന്തലിൻ്റെ ഗേറ്റിൽ നിന്നിട്ട് ഈ വരുന്ന നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യേണ്ട ആള്. അവൻ ഇന്ന് ജില്ലയിലെ പേരു കേട്ട ഡി അഡിക്ഷൻ സെൻ്ററിലെ ഹോസ്പിറ്റലിലെ സെല്ലിൽ കഴിയാണ്. ഇന്നലെ വൈകുന്നേരം ഞാനും എൻ്റെ പെണ്ണുങ്ങളും കാർ എടുത്തിട്ട് അവനെ ചികിത്സിക്കുന്ന ഡോക്ടറെ കാണാൻ പോയിട്ട് ഡോക്ടറോട് കൈ കൂപ്പിയിട്ട് പറഞ്ഞു, സാറേ മാനം കെടുത്തരുത്, നാളെ രാവിലേക്ക് നടക്കുന്ന പരിപാടിക്ക് ഇന്ന് ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങളെ മോനെ ഒന്ന് നിങ്ങൾ വിട്ടു തരണം. ഡോക്ടർ തിരിച്ച് കൈകൂപ്പിയിട്ട് പറഞ്ഞെന്താരോ, നിങ്ങൾ മാനം കെടാതിരിക്കണമെങ്കിൽ ഇവനെ കൊണ്ടുപോകാതെ നിങ്ങൾ തിരിച്ചു പോകണം. ഇവനെ കൂട്ടിയാൽ നിങ്ങൾ മാനം കെടും. കാരണം ഇപ്പം ഞങ്ങൾ മെഡിസിനൊക്കെ കൊടുത്ത് ആൾക്ക് അങ്ങനെ ഒരു മാനസിക ശാന്തത കിട്ടാനുള്ള ഒരു ആംബിയൻസ് ഒക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളുടെ മെഡിസിനോട് അവൻ്റെ ശരീരം അങ്ങനെ പ്രതികരിച്ച് തുടങ്ങുന്ന സമയമാണ്. ഇപ്പം സെല്ലിൽ അവൻ്റെ കൂടെ ഉള്ളവർ അവൻ ആക്രമിക്കുന്ന ഒരു സമയമാണ്. കാരണം ഈ പൊടി കഴിച്ച് ശീലിച്ചവനാണ്, ഈ ഞരമ്പ് തെരഞ്ഞു പിടിച്ചിട്ട് ഇഞ്ചക്ട് ചെയ്ത് ശീലിച്ചവനാണ്. അത് ഒരു 10-20 ദിവസം കിട്ടാത്തതിൻ്റെ ഹാങ് ഓവർ അവൻ്റെ സ്വഭാവത്തിൽ കൃത്യമായി പ്രകടാകും. നാളെ അവൻ തല്ലും ബഹളം ഉണ്ടാക്കും. അതുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾ മൊത്തം മാനം കെടും. അതുകൊണ്ട് ഉപ്പിയും ഇപ്പം തിരിച്ചു പോയിക്കോ, നാളെ നിങ്ങളെ കുട്ടിയെ ശാന്തനായി നിങ്ങൾക്ക് കിട്ടണം എന്ന ഒരു ലക്ഷ്യം, ഒരു താല്പര്യം ഉണ്ടെങ്കിൽ. ഒരു ഉപ്പ അവരുടെ മകളുടെ വിവാഹത്തിൻ്റെ അന്ന് വളരെ സങ്കടത്തോടു കൂടി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ചോദിച്ചു, എന്ത് പറ്റി നിനക്ക് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ പറഞ്ഞ ചില കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ നമ്മളോട് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനോ ഇതിനെക്കുറിച്ചൊരു വാക്ക് പറയാനോ പോലും ആൾക്കാർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നോക്ക് നിങ്ങൾ, അത് ഈ ലഹരി മാഫിയകളെ ഭയന്നുകൊണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു മെസ്സേജ് പോലും നാട്ടിൽ പോലും ആളുകൾ പരസ്പരം കൈമാറുന്നില്ല എന്നുള്ളതാണ് നമ്മളൊക്കെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഇനി ഈ ലഹരി പദാർത്ഥം മാത്രമല്ല, ഇവിടെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ചെറു കടകളിൽ യഥേഷ്ടം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വളരെ സുലഭമായി ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് ഒരുപാട് കസ്റ്റമർ തന്നെ ലഭ്യമാണ്. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കും അറിയെങ്കിലും ഇതൊന്നും വേണ്ടപ്പെട്ടവർക്ക് കൈമാറാൻ പോലും ആരും തയ്യാറല്ല എന്നുള്ളതാണ് നമ്മളെ വളരെ വേദനപ്പെടുത്തുന്നത്. ഉസ്താദ് പറയുന്ന കുറച്ചും കൂടെ കാര്യങ്ങൾ ഒന്ന് കേട്ടു നോക്കാം. പ്രവർത്തകരായ ക്ലബിന്റെ മെമ്പർമാർക്ക് കിട്ടുന്നത് സൊസൈറ്റിയുടെ എല്ലാ തുറകളിലും കണക്ഷനുള്ള ഒരു വലിയ ജനറേഷനെയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ദൈവത്തിന്റെ സ്കോപ്പ് ബൃഹത്തായതാണ് എന്നാണ് ഞാൻ ഓപ്പറേഷൻ തുഫാൻ എന്ന് പറയുന്ന ഈ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും കുടുംബത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ അറിയാത്ത കൂട്ടത്തിലോ ഏതെങ്കിലും ഒരു ഗ്യാങ്ങിൽ ചില ആൾക്കാർ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ, കഞ്ചാവ് വിതരണം ചെയ്യുന്ന ആൾക്കാർ, MDMA വിതരണം ചെയ്യുന്ന ആളുകൾ, ഹെറോയിനോ കൊക്കൈനോ ഹാഷിഷോ കറുപ്പോ ചെരസോ അല്ലെങ്കിൽ ഈ പൊടിയോ സിന്തറ്റിക് മെഡിസിനുകളോ എന്തെങ്കിലുമൊക്കെ വിതരണം ചെയ്യുന്ന ആളുകളെ പറ്റി എന്തെങ്കിലും കച്ചിത്തുരുമ്പ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഈ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സെൽഫ് ഐഡന്റിറ്റിയെ കൃത്യമായിട്ട് ഹൈഡ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് പോൾ ആപ്പിൽ ഇതിന്റെ മെസ്സേജുകൾ കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. പോൾ ആപ്പ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന പോലീസിന്റെ ആഭ്യന്തര കാര്യാലയത്തിലെ സംസ്ഥാന പോലീസിന്റെ രഹസ്യ ആപ്പാണ് പോൾ ആപ്പ്. ഈ പോൾ ആപ്പിൽ നിങ്ങളുടെ ഐഡന്റിറ്റി ഹൈഡ് ചെയ്തിട്ട് നിങ്ങൾ ആരാണ് എന്നുള്ളത് ഒരിക്കലും വെളിപ്പെടുത്താതെ നിങ്ങൾക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ തൂഫാന്റെ സന്ദേശങ്ങൾ കൊടുക്കാൻ പറ്റും. ഇതെന്തിനാ കൊടുക്കണറിയോ? ഒരാളെ പെടുത്താനല്ല, ഒരു നാടിനെ രക്ഷപ്പെടുത്താനാണ്. അത് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം എന്താ അറിയോ, ഇവർ കുടുങ്ങിയിട്ടില്ലെങ്കിൽ നാളെ നമ്മളെ മക്കൾ ഇവരുടെ വലയിൽ കുടുങ്ങും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഉസ്താദ് വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരാണ് ഓരോ കാര്യങ്ങളും. നിർബന്ധമായിട്ടും നമ്മൾ ഓരോരുത്തരും ഇത് പാലിച്ചേ മതിയാവുള്ളൂ. കാരണം വളർന്നു വരുന്നൊരു തലമുറ ഉണ്ട് നമ്മുടെ നാട്ടിലല്ലേ. ഇപ്പൊ തന്നെ ഉള്ള ഒരു തലമുറയുടെ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. പല മക്കളും ഇതിലേക്ക് എത്തിപ്പെട്ടത് അവർ തന്നെ അറിയാതെ എത്തിപ്പെട്ടതാണ്, പിന്നീട് അതിന്റെ അടിമകളായി മാറിയത് എന്നുള്ളതാണ്. ഇത് നമ്മളെ വളരെയധികം വേദനപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഉസ്താദിന്റെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇത് പരമാവധി നമ്മൾക്കൊക്കെ പ്രചോദനം നൽകുന്ന ഒരു പ്രസംഗം കൂടിയാണ് ഉസ്താദ് പ്രസംഗിച്ചത്. ഉസ്താദ് സത്യത്തിൽ ഇതൊരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് ഈ ലഹരി നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ അതുപോലെ നിയമപാലകരും ഒക്കെ ഈ ലഹരിക്കെതിരെ വിപുലമായ ഒരുക്കങ്ങളോടുകൂടി രംഗത്ത് വരുമ്പോൾ അവർക്കൊരു കൈത്താങ്ങ് എന്നുള്ള നിലക്ക് നമ്മൾ കൂടി പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് നമ്മുടെ നാടുകളിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ. അതാണ് ഓപ്പറേഷൻ തൂഫാൻ. തൂഫാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രളയമാണ്. ആ പ്രളയം വന്നാൽ കൊണ്ടുപോകേണ്ടതിനെ നക്കി തുടച്ചിട്ടേ പോകൂ. അത് അങ്ങനെ തന്നെ ആക്കി കൊടുക്കണം. നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ. അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ അവരായിട്ട് നിർമ്മിക്കാത്ത സെല്ലിൽ കൂട്ടിൽ കഴിയേണ്ടി വരും. കഞ്ചാവ് വിൽപ്പനക്കാരൻ്റെ എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ ഒരു ദയാദാക്ഷിണ്യം അവിടെ കാണിക്കാനേ നിങ്ങൾ പാടില്ല. അവൻ കൂട്ടിൽ പോയി കിടക്കട്ടെ. കാരണം ഇപ്പം നാളെ നമ്മളെ കുട്ടികളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയവനാണ് അല്ലേ. കാരണം ഇപ്പം ഇതിലൂടെ 10 രൂപ ഉണ്ടാക്കി ശീലിച്ചു. അത് ശരിയല്ലല്ലോ, അത് അവിഹിതമായ വരുമാനമല്ലേ. അവൻ പ്ലേറ്റ് മാറ്റി പിടിക്കണമെങ്കിൽ അവർക്ക് പ്ലാറ്റ്ഫോം ഡ്രൈ ആവണം. പെരുമ്പാവിന്റെ അവസ്ഥ നമ്മുടെ നാടുകളിലടക്കം നമ്മുടെ ഗ്രാമങ്ങളിലടക്കം ഇതിന്റെ വ്യാപനം വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ ആദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ വീഡിയോ ഇടുന്നത്. ഇതിനത് പ്രതികരിക്കാൻ പോലും പ്രതികരണ ശേഷി പോലും പല ആൾക്കാർക്കും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഒന്ന് ഭയത്തിന്റെ പേരിലാണ്, ശരിയാണ്, ഭയം ഉണ്ടാകും. പക്ഷേ ഇവിടെ നമുക്ക് ഭയം ആവശ്യമില്ല എന്നതാണ് ഉസ്താദി പ്രസംഗത്തിൽ പറഞ്ഞത്. നമുക്ക് രഹസ്യമായിട്ട് ആ വിവരങ്ങൾ കൈമാറാം. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ട് ഇവിടെ. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് ആരാവട്ടെ, നിങ്ങൾ ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ, ഇത്തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങളാവാം, അതുപോലെ തന്നെ നിരോധിത പാൻ മസാലകൾ, പാൻ ഉൽപ്പന്നങ്ങളൊക്കെ പൂർണ്ണമായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഇപ്പോൾ ഈ സർക്കാരും പോലീസൊക്കെ അതിന് അനുകൂലമായിട്ട് നമുക്കൊപ്പം നിൽക്കുമ്പോൾ നമ്മൾ കൂടെ ചേർന്ന് നിൽക്കല് നമ്മുടെ ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ളത് നമ്മളെ അവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും.